എന്നാൽ ഇവിടെ അങ്ങനെയല്ല. വളരെ പെട്ടെന്ന് തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ 4 മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്തു. മന്ത്രിമാർ മാത്രമല്ല, വയനാട് ജില്ലയിലെ ബഹുമാനപ്പെട്ട സിദ്ദിഖ് എംഎൽഎയുടെ മണ്ഡലമാണ്. മുഴുവൻ സമയവും അദ്ദേഹം അവിടെ നിന്ന് ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകി എന്നുള്ളത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. വളരെ പെട്ടെന്ന് തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ 4 മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്തു. മന്ത്രിമാർ മാത്രമല്ല, വയനാട് ജില്ലയിലെ ബഹുമാനപ്പെട്ട സിദ്ദിഖ് എംഎൽഎയുടെ മണ്ഡലമാണ്. മുഴുവൻ സമയവും അദ്ദേഹം അവിടെ നിന്ന് ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകി എന്നുള്ളത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. ടി സിദ്ദിഖിനെ കുറിച്ച് നിയമസഭയിൽ കെ ശൈലജ എന്ന് പറയുന്ന ആദ്യ പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയും നിലവിലെ MLA-യും മട്ടന്നൂരിലെ MLA-യും ഒക്കെയായ ഒരു ഭൂലോക ഫ്രോഡ് സ്ത്രീ പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഭൂലോക ഫ്രോഡ് സ്ത്രീ എന്ന് തന്നെ ഞാൻ പറയും. സംഭവം പറഞ്ഞതൊരു ഫ്രോഡ് സ്ത്രീ ആണെങ്കിലും ഒരു സഖാവ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ പറഞ്ഞ കാര്യം, നിയമസഭയിൽ രേഖയിലുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതെന്തിനാ ഇവിടെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഈ ടി സിദ്ദിഖിനെ കൂക്കി വിളിച്ച ആളുകൾ രാഷ്ട്രീയ അജണ്ടയുടെ പേരിൽ DYFI ക്രിമിനൽ തെമ്മാടികൾ കള്ളും ബിരിയാണിയും വാങ്ങിക്കൊടുത്ത് ടൗൺഷിപ്പിൽ ഉദ്ഘാടന സമയത്ത് അവിടെ കൊണ്ടുവന്ന് നിർത്തി ടി സിദ്ദിഖ് വേദിയിലേക്ക് സംസാരിക്കാൻ വരുമ്പോൾ അയാളെ കൂക്കി വിളിച്ച ആളുകൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നിങ്ങളുടെ ഒക്കെ നാടകത്തിൻ്റെ തിരക്കഥാകൃത്തും നിങ്ങളുടെയൊക്കെ എല്ലാ കാട്ടിക്കൂട്ടലുകളുടെയും നാടകങ്ങളുടെയും അഭിനയങ്ങളുടെയും ഒക്കെ തലതൊട്ടപ്പ ആയിട്ടുള്ള ഭൂലോക ഫ്രോഡായിട്ടുള്ള ശൈലജ നിയമസഭയിൽ പറഞ്ഞ വാക്കുകളാണ്. ടി സിദ്ദിഖ് ആരാണെന്നും ടി സിദ്ദിഖ് ചെയ്തത് എന്താണെന്നും ടി സിദ്ദിഖ് കൂകലാണോ അഭിനന്ദനമാണോ അർഹിക്കുന്നത് എന്നും ഈ ഭൂലോക ഫ്രോഡ് സ്ത്രീ പറഞ്ഞ കാര്യമാണ്. ഇത് ഞാനിവിടെ വെക്കാനുള്ള കാരണം ആ സ്ത്രീ ഒരു ഫ്രോഡാണെന്ന് എനിക്കറിയാം. പക്ഷേ ആ സ്ത്രീ അത് പറഞ്ഞിരിക്കുന്ന സ്ഥലം അത് കേരളത്തിൻ്റെ നിയമസഭയാണ്, നിയമനിർമ്മാണ സഭയാണ്. അവിടെ പറയുന്ന കാര്യങ്ങൾ ഈ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞാൽ അത് പിന്നെ നിയമസഭാ രേഖകളിൽ നിന്നൊക്കെ മാറ്റേണ്ടി വരും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെന്താണെങ്കിലും പച്ചക്കള്ളമല്ല, ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയുന്ന കാര്യമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിയമസഭയ്ക്കകത്ത് നിങ്ങളുടെ ഭൂലോക ഫ്രോഡായിട്ടുള്ള പക്ക കൂതറയായിട്ടുള്ള ശൈലജ പറഞ്ഞ വാക്കുകൾ അയാൾ അഭിനന്ദനം അർഹിക്കുന്നു. അയാൾ ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും ദുരിതബാധിതരെ ചേർത്ത് പിടിക്കാൻ ടി സിദ്ദിഖ് ഉണ്ടായിരുന്നു എന്ന് ദുരിതബാധിതരും പറയുന്നു, നിങ്ങളുടെ ശൈലജയും പറയുന്നു. അപ്പം എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, പിന്നെ എന്തിനാണ് സഖാക്കളെ നിങ്ങൾ ആ വ്യക്തിയെ അപമാനിച്ചത്? അയാളൊരു ജനപ്രതിനിധിയല്ലേ? അയാളെ അധിക്ഷേപിച്ചത് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്താണെങ്കിലും ഇതൊക്കെ നടത്തുന്നവർക്ക് അത് അപ്പപ്പം കിട്ടുന്നുണ്ട് അല്ലേ? ഇപ്പം ഇന്നലെ കൊല്ലത്ത് വെച്ചിട്ടൊരു ബൈപ്പാസ് ഉദ്ഘാടന ചടങ്ങാണോ ഇനി മറ്റെന്തൊരു ചടങ്ങാണോ എന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ആ ചടങ്ങിൽ വെച്ചിട്ട് പിണറായി വിജയനും കൂകൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഈ കൂകലിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. പ്രതിഷേധങ്ങളൊക്കെ പല വിധത്തിലുണ്ട്. നമ്മളൊരു ഒരു ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ അങ്ങനെ കൂകി മോശമാക്കാനൊന്നും അങ്ങനെ നമ്മൾ ശ്രമിക്കരുത്, ആരാണെങ്കിലും. അപ്പോൾ അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല, അതൊരു മറുവശം. പക്ഷേ ടി സിദ്ദിഖ് ആരായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പോലും സംശയമില്ല. അപ്പം പിന്നെ നിങ്ങൾ എന്തിനു കൂകി? നിങ്ങൾ കൂയിക്കോ. അതൊരു കണക്കിന് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ടി സിദ്ദിഖിന് എന്തായാലും വലിയ അനുഗ്രഹമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? ടി സിദ്ദിഖിന് അനുഗ്രഹമായി എന്ന് പറഞ്ഞാൽ ടി സിദ്ദിഖ് ഈ പറയുന്ന കൂകലോടുകൂടി അയാളുടെ മൈലേജ് ഒന്നുകൂടി വർദ്ധിച്ചു എന്ന് മാത്രമല്ല, കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ കൽപ്പറ്റയാണല്ലോ അയാളുടെ തട്ടകം. കോഴിക്കോട്ടുകാരനായ സിദ്ദിഖ് കൽപ്പറ്റയിലെത്തുന്നു, കൽപ്പറ്റ അയാളുടെ തട്ടകമായി മാറുന്നു. കൽപ്പറ്റയിലെ ജനം നെഞ്ചോട് ചേർത്ത് വെക്കുന്നു ടി സിദ്ദിഖിനെ. അപ്പോൾ ഈ ടി സിദ്ദിഖിന് ഈ കൂകലോട് കൂടി ലഭിച്ചത് എന്താണ്? വലിയ ഒരു സ്വീകാര്യത. അയാളുടെ സ്വീകാര്യത ഗ്രാഫ് ഒന്നുകൂടി പൊക്കത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു? അത് ഈ കൂകൽ കൊണ്ട് സംഭവിച്ചു. അത് കൃത്യമായ സമയത്ത് തന്നെ നിങ്ങൾ കൂകി എന്നുള്ളതാണ്. അങ്ങനെയാണ് പലപ്പോഴും ഈ കൂകലുകൾ ഒരു മനുഷ്യനെ പരിഹസിക്കാനോ അധിക്ഷേപിക്കാനോ അപഹസിക്കാനോ ഒക്കെയാണ് നമ്മൾ കൂകുന്നതെങ്കിലും ആ കൂകൽ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ടി സിദ്ദിഖ് എന്ന് പറയുന്ന നേതാവിന് അതൊരു അനുഗ്രഹമായി മാറിയിരിക്കുന്നു.
അയാളുടെ രോമത്തിൽ പോലും സ്പർശിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ജനം അയാൾ ചെയ്തു വെച്ച നന്മകളെ വീണ്ടും വീണ്ടും എടുത്ത് ചർച്ച ചെയ്യാൻ തുടങ്ങി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ചർച്ച കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ ചർച്ച കൊണ്ട് ടി സിദ്ദിഖ് എന്ന് പറയുന്ന മനുഷ്യന് ഇനി ഒരു പ്രചരണത്തിൻ്റെ ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിൽ വരികയാണ്, അയാൾ അവിടെ സ്ഥാനാർത്ഥിയാകും. അപ്പോൾ ഒരു പ്രചരണ ഘട്ടത്തിൽ ടി സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണ്ട, അയാൾക്ക് തൻ്റെ കാര്യങ്ങൾ വിളിച്ചു പറയേണ്ട, താൻ ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് അയാൾ ചെന്നെത്തുന്നില്ല എന്നുള്ളതാണ്. വിളിച്ചു പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ജനം സ്വമേധയാ ഇത്തരത്തിൽ ടി സിദ്ദിഖിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം ഈ ഇടങ്ങളിലൊക്കെ ഈ വലിയ പ്രളയം പൊട്ടിപ്പുറപ്പെട്ട് കുത്തിയൊലിച്ചപ്പോൾ ടി സിദ്ദിഖ് എവിടെയായിരുന്നു? ടി സിദ്ദിഖ് എന്ത് ചെയ്യുകയായിരുന്നു? അവിടുത്തെ ഈ പറയുന്ന ദുരിതബാധിതരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിൽ ടി സിദ്ദിഖിൻ്റെ പങ്ക് എന്താണ്? അതിനുശേഷവും പ്രളയമൊക്കെ കഴിഞ്ഞതിന് ശേഷവും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ടി സിദ്ദിഖ് എന്തൊക്കെ കാര്യങ്ങളാണ് നടത്തിയത്? ടി സിദ്ദിഖിൻ്റെ ഇടപെടലുകൾ എന്തൊക്കെ രീതിയിലായിരുന്നു? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ടി സിദ്ദിഖ് സംഭാവന ചെയ്തിട്ടുണ്ടോ? അങ്ങനെ തുടങ്ങി തിരിച്ചും മറിച്ചുമുള്ള പല കാര്യങ്ങളും ജനം ചർച്ച ചെയ്യുക. അപ്പോൾ ഇതിൽ പലതും ചർച്ച ചെയ്തു. ഈ പറയുന്ന മൃതദേഹ അവശിഷ്ടങ്ങളുമൊക്കെ മറവ് ചെയ്യുന്നതിലും അതിനൊരു പ്രത്യേക സ്ഥലം കണ്ടെത്തുന്നതിലും അത് ഈ പറയുന്ന ദുരിതബാധിതർക്ക് മാത്രമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തുന്നതിലുമൊക്കെ ടി സിദ്ദിഖിൻ്റെ ഇടപെടലുകൾ. അത് കഴിഞ്ഞ് മേപ്പാടിയിലും ഈ പറയുന്ന ദുരിതബാധിതർക്ക് പിന്നീട് അങ്ങോട്ട് ജീവിക്കാൻ ഉടുതുണിക്ക് മറുതുണി ഉണ്ടായിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാത്രി ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇടുന്ന ഡ്രസ്സ് എന്തൊക്കെയായിരിക്കും അല്ലേ? അപ്പോൾ ആ ഉറങ്ങാൻ കിടന്നപ്പോൾ ഇട്ട ഡ്രസ്സുകൾ മാത്രമാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അത് വെച്ചിട്ട് അവർ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ അവർക്ക് വേണ്ട ഡ്രസ്സുകൾ, ചെരുപ്പുകൾ, ബെഡ്ഷീറ്റുകൾ, അങ്ങനെ അതൊരു ഭാഗത്ത്. ടി സിദ്ദിഖിൻ്റെ വക മേപ്പാടി ടൗണിൽ 4 നിലകളിൽ പ്രവർത്തിക്കുന്ന ഒരു ബിൽഡിംഗ് നിറയെ സാധനങ്ങളായിരുന്നു. ആവശ്യക്കാർക്ക് പോകാം, എടുക്കാം, വരാം, 1 രൂപ ചിലവില്ലാതെ അല്ലേ? അപ്പോൾ അവിടെ തീർത്തോ? അവിടെ തീർത്തില്ല. അത് കഴിഞ്ഞിട്ട് ടി സിദ്ദിഖ് ഇങ്ങനെ ഓരോ മനുഷ്യരെയും ചേർത്ത് പിടിക്കുകയായിരുന്നു അല്ലേ? അങ്ങനെ ചേർത്ത് പിടിച്ച് അവസാനം ഈ ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടന വേദിയിൽ ടി സിദ്ദിഖിനെ കൂകിയ ആളുകൾ ടി സിദ്ദിഖ് വേദിയിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോഴേക്കും ഈ പറയുന്ന ദുരിതബാധിതർ ഒന്നടങ്കം ടി സിദ്ദിഖിനെ വളഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ടാ? ആ മനുഷ്യൻ അത്രമാത്രം ഈ ദുരിതബാധിതരോടൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ന്യായമായ ഒരു ഉത്തരം തന്നാൽ മതി. മനസ്സിലായില്ലേ? ഇപ്പോൾ ടി സിദ്ദിഖ് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നും ടി സിദ്ദിഖിനെ കൂകി വിളിക്കണോ അതോ അഭിനന്ദിക്കണോ എന്നുള്ള കാര്യം ആര് പറയുന്നു? ഈ ഭൂലോക ഫ്രോഡായിട്ടുള്ള സ്ത്രീ പറയുന്നു. പക്ഷെ പറഞ്ഞത് നിയമസഭ അകത്തായതുകൊണ്ട് അതിനെ നമുക്ക് ആർക്കും തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ നേതാവ് തന്നെ പറയുന്നു, അയാൾ അഭിനന്ദനം അറിയിക്കുന്നു, അയാൾ വളരെ വളരെ പ്രശംസനീയമായ കാര്യങ്ങളാണ് ചെയ്തു വെച്ചത് എന്ന് പറയുമ്പോൾ ഞാൻ സഖാക്കളോട് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ കൂകിയത്? ഒരു ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ ഇവൺ ഒരു ക്യാപ്സ്യൂൾ ആയാലും മതി. പക്ഷേ ആ ക്യാപ്സ്യൂള് അവൻ പറയുന്നതിൽ കാര്യമുണ്ട് എന്നെങ്കിലും നമുക്ക് തോന്നത്തക്ക വിധമായിരിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് തരാൻ കഴിയുമോ? അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഒരു മനുഷ്യനെ, ഒരു ജനപ്രതിനിധിയെ അപമാനിച്ചത്? എന്തിനാണ്? ആയിക്കോട്ടെ, അതിപ്പോൾ എന്തായാലും നന്നായി എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ സിദ്ദീഖിനെ അനുകൂലിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ കൂകി വിളിച്ചത് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത് ടി സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുന്നോട്ടുള്ള യാത്രക്ക് വലിയ പ്രചോദനമാകുന്ന, ഇന്ധനമാകുന്ന അയാളുടെ പ്രവർത്തനങ്ങളെ ജനം ആവർത്തിച്ച് വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ കൂവൽ കൊണ്ടു ചെന്നെത്തിച്ചു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പൊളിയാണല്ലോ സഖാക്കളെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇനി നിങ്ങൾക്ക് ഈ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ വിജയിച്ച് കയറാൻ കഴിയുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? അത് സാധിക്കില്ല. സാധിക്കുമോ? സാധിക്കൂലടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല അല്ലേ?
എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല. ചെയ്തതൊക്കെ പാളിപ്പോവുക, എല്ലാം പാളിപ്പോവുകയാണ് നിങ്ങൾക്ക് മുന്നിൽ. ഇപ്പോൾ ഞാൻ ഇന്ന് വാർത്തകൾ കണ്ടത്, കൽപ്പറ്റ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് മെസ്സേജ് അയക്കണം, നന്ദി പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കണം, അതിന് അനുവാദം തരണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്തോ മെസ്സേജൊക്കെ അയച്ചിട്ട് ആ മെസ്സേജ് അയച്ച 4 വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പൊട്ടന്മാർ ഇതൊക്കെ. മെസ്സേജ് അയച്ച 4 വോട്ട് കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു പേരിനൊരു താക്കോല് കൊടുത്തത് പോലും അത് ലീഗ് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നത്, അല്ലേ? ഇപ്പോൾ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞ് ലീഗിനെ പറ്റിച്ചു, അതുപോലെ കോൺഗ്രസിനെയും പറ്റിച്ചു. പക്ഷേ ലീഗ് ആ പറ്റിപ്പ് മനസ്സിലാക്കിയിട്ട് അവർ സ്ഥലം ഏറ്റെടുത്ത് അവർ നിർമ്മാണം തുടങ്ങി. അപ്പോൾ സർക്കാരും ഒരു വശത്ത് നിർമ്മാണം തുടങ്ങി, അല്ലേ? ലീഗ് 28-ാം തീയതി കൊടുക്കുന്ന പറഞ്ഞപ്പോൾ ഇല്ല ഞങ്ങൾ 25-ാം തീയതി കൊടുക്കുന്ന പറഞ്ഞ്. എന്നിട്ട് കൊടുക്കാൻ പറ്റിയോ? പറ്റിയില്ല, 1-ാം തീയതി വാങ്ങുന്നുണ്ടെന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് മുന്നേ ഒരു പാർട്ടി, അധികാരമില്ലാത്ത ഒരു പാർട്ടി നിങ്ങൾക്ക് മുന്നേ നടന്ന് കാണിക്കുക മാതൃക. അപ്പോൾ അത് ജനം കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതേ ആളുകൾ ഇതൊക്കെ കാണുന്നിടത്ത് നിങ്ങളൊരു മെസ്സേജ് അയച്ചത് കൊണ്ട് നിങ്ങൾക്ക് വോട്ട് കിട്ടുന്നൊന്നുണ്ടോ? ഇല്ല. അപ്പോൾ ടി സിദ്ദിഖിനെ കൂകി വിളിച്ചത് കൊണ്ടോ മെസ്സേജ് അയച്ചത് കൊണ്ടോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ഇനിയിപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പാരയാവാൻ പോകുന്നത് എന്താ അറിയാമോ? കോൺഗ്രസിൻ്റെ വീട് പണി ഇപ്പോൾ ഓൾറെഡി അത് തറക്കല്ലിടൽ കഴിഞ്ഞു, അവർ ചടപടാന്ന് നടത്തും. അപ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ ചോദ്യം ബാക്കി CPM-ൻ്റെ വീട് എവിടെ, DYFIയുടെ വീട് എവിടെ എന്നുള്ളതായിരിക്കും. അപ്പോൾ ഞാൻ അത് ഡൈവേർട്ടായി പോകുന്നുണ്ട്, അത് ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ ടി സിദ്ദിഖിനെ അപമാനിച്ചതിനുള്ള ഒരു കാരണം അത് നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങളുടെ നേതാവ് KK ശൈലജ പറയുന്നു, നിയമസഭയിൽ പറയുന്നു, ടി സിദ്ദിഖ് പ്രശംസനീയമായി എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും 24 മണിക്കൂറും അവിടെ അവൈലബിളായ വ്യക്തിയാണ്, അയാൾ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അഭിനന്ദനം അർഹിച്ച വ്യക്തിയെ എന്തിന് നിങ്ങൾ കൂകി എന്ന ഒരു ഉത്തരം കിട്ടിയാൽ മതിയോ? ഒരു ക്യാപ്സൂൾ ആയാലും മതി.